ഗുഡ് മോർണിംഗ് എവരിവൺ, വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ ഞാനിന്ന് എൻ്റെ വണ്ടിയിൽ കൊണ്ടുവന്ന പെർഫോമൻസ് അപ്ഡേറ്റ്സിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് ഓർത്ത് രാവിലെ എണീച്ചപ്പോഴത്തേക്ക്. അപ്പോൾ കമോ ലെറ്റ്സ് ഗോ. അപ്പോൾ മഴയാണ്, ഗ്ലൗസ് ഒക്കെ ഇട്ട് റൈഡ് ചെയ്യുക. കാരണം ഇതിൽ തെന്നൽ വന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ആക്സിഡൻ്റ് ഒക്കെ വന്ന് താഴത്തേക്ക് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൈകുത്തിയായിരിക്കും വീട് നോക്കിയപ്പോഴും കൈക്ക് സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഗ്ലൗസ് ഒക്കെ ധരിച്ച് പരമാവധി നമ്മൾ ഓടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കെന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുകയാണ് വണ്ടിയിലൊരു അപ്ഗ്രേഡ് കൊണ്ടുവരുന്ന പെർഫോമൻസിൻ്റെ ഭാഗത്തിൽ. അപ്പോൾ ഫസ്റ്റ് ഞാൻ കൊട്ടിൻസിയുടെ എയർ ഫിൽറ്റർ ഞാൻ ആദ്യം ഇൻസ്റ്റാൾ ചെയ്തത്. അത് സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് ഫിൽറ്റർ തന്നെ ആയിരുന്നു കേട്ടോ. നമുക്ക് ഈ കോൺ ഫിൽറ്റർ മാറുന്നില്ല, നമുക്ക് ബോക്സിൻ്റെ അകത്ത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. കറക്റ്റ് സ്റ്റോക്ക് ആ ഷേപ്പിൽ തന്നെ ആ BMCയുടെ എയർ ഫിൽറ്റർ ഞാൻ എനിക്ക് കിട്ടി. അത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലൂർ ജംഗ്ഷനിൽ ഓട്ടോയ്ക്ക് ഞാനില്ല, അപ്പോൾ ഓട്ടോയ്ക്ക് ഞാൻ അത് വാങ്ങിച്ചത് ഒരു 6500 സോറി ഫിൽറ്ററിന്. അപ്പോൾ അത് വെച്ചപ്പോൾ എനിക്ക് നല്ല മാറ്റം കിട്ടിയിട്ട് ആസ്പിറേഷന്. കാരണം അത്രയും ആ സ്റ്റോക്ക് എയർ ഫിൽറ്ററിലും കൂടുതൽ എയർ നമ്മുടെ ഈ പെർഫോമൻസ് എയർ ഫിൽറ്ററിലൂടെ അകത്തേക്ക് കയറും. ജംഗ്ഷൻ റിമോട്ട് കിട്ടുന്ന ഇത് കുറച്ച് ദിവസമായിട്ട് ഈ കുഴി വന്നിട്ട് ആ റൈറ്റ് സൈഡിലോട്ട് പോകുന്ന വഴിക്കും ഒരു വലിയൊരു പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യമായാണ്. കാരണം ആ വഴി വളഞ്ഞ് കുറച്ചും കൂടി പോടാതാണ് ഇച്ചിരി കുട്ടികൾ. കാരണം നമ്മൾ ഈ കാറും കൊണ്ടൊക്കെ വരുമ്പോഴത്തേക്കും ഈ വഴി കയറി ആ പാലത്തിന് ഇവിടെ നിന്ന് യൂട്ടേണൊക്കെ എടുത്ത് പോകുമ്പോഴത്തേക്കും മിക്കപ്പോഴും ബുദ്ധിമുട്ടാവാറുണ്ട്. അവിടെ നിന്ന് വണ്ടി ഇറങ്ങി വന്യമാണ്, പിന്നെ ഇവിടെ നിന്ന് വണ്ടി യൂട്ടേൺ എടുത്ത് മേപ്പോട്ട് കയറി പോകുന്ന വഴിയും കൂടിയാണ്. ആശാനൊന്ന് വളയട്ടെ, 6 ദിവസത്തെ നോക്കി ഇങ്ങനെ വളഞ്ഞു പോവാം. ചേട്ടോ അപ്പുറത്തുണ്ട്. വളവിച്ചിട്ട് ടാസ്ക്കാണ്. കാരണം വലിയ വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ പണിയാണ്. ഇവിടെ 2 കാറും വന്നാലും ഇച്ചിരി നല്ലപോലെ ശ്രദ്ധിച്ചെടുത്താൽ ഒന്ന് മുട്ടാണ്ടൊക്കെ പോകുള്ളൂ. ഞാൻ വാഗണർ കൊണ്ട് തന്നെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ശ്രദ്ധിച്ചാണ് ഈ വഴിയൊക്കെ വളച്ച് പോകുന്നത്. പുതിയ ഇവിടെ വരുമ്പോൾ നമുക്ക് അറിയാലോ, അത്രയ്ക്കും റോഡ് ആ വളവ് കൺജസ്റ്റഡായി പോകും. ഇതാണ് അപ്പോൾ ഞാൻ ആ പാലത്തിലേക്ക് യൂട്ടേൺ എടുത്ത് കയറുന്ന സ്ഥലമാണ് കണ്ടത്. അപ്പോൾ മിക്കവാറും നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഈ വണ്ടി റൈറ്റ് സൈഡിലോട്ട് നമ്മൾ കാറ് അങ്ങോട്ട് ചേർത്തെടുത്തിട്ട് ലെഫ്റ്റിലോട്ട് ഒറ്റ ഓടി ഓടിച്ചിട്ട് അങ്ങോട്ട് എടുക്കണം. എന്നാലും ആ കറക്റ്റ് നമുക്ക് ആ റോട്ടോട്ട് കയറി പോകും. ഇതിപ്പോൾ ആശാൻ മിക്കവാറും പെട്ടോ എനിക്ക് തോന്നുന്നുണ്ട്. പുള്ളിക്കാരൻ അങ്ങനെ അപ്പുറത്തോട്ട് ചേർത്ത് വളയ്ക്കാത്തതുകൊണ്ട് ഒന്ന് ചേർത്ത് നമ്മുടെ അപ്പുറത്തോട്ട് വീശി എടുത്ത് തന്നെ തീരാവുന്ന പ്രശ്നമുള്ളൂ. എനിക്ക് പിന്നെ ഇവിടെ എപ്പോഴും വന്ന് പരിചയമുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അറിയാത്ത ആൾക്കാർക്ക് എന്തായാലും ഫസ്റ്റ് ടൈമൊക്കെ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാൻ അത് ഉറപ്പാണത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പച്ചാളം മേൽപ്പാലം. ഞങ്ങളുടെ അടിയങ്കിൻ്റെ ഇടയിൽ കൂടി റെയിൽവേ ക്രോസ് പോകുന്നുണ്ട്. അപ്പോൾ പണ്ട് നോക്കുമ്പോൾ തന്നെ ഈ റെയിൽവേ ഗേറ്റാണ് ഭയങ്കര തിരക്കാണ്. ഇവിടെ സ്കൂളിൻ്റെ കാത്തിരുന്ന ഒരു പാലം അവിടെ ശരിക്കും ആ സ്ട്രെയിറ്റ് അപ്പുറത്തോട്ട് പോകേണ്ട പാലമാണ്. പക്ഷേ എന്തോ സാഹചര്യം അത് നമുക്ക് അത് അനുകൂലമായില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു പാലം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് അടുത്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇടങ്ങേറ് വളവാ നോക്കിയെടുത്തില്ലെങ്കിൽ പണിയാ. അപ്പോൾ പറഞ്ഞത് ഞാൻ മോട്ടോർ വിക്സ് അസോസിയേറ്റ് ചെയ്തു. പിന്നെ അത്യാവശ്യം കുറേ റിവ്യൂസൊക്കെ നോക്കി കയറി. അപ്പോൾ എനിക്ക് സൗണ്ടോ ഭയങ്കര എക്സോസിൻ്റെ പിന്നെ ആൾക്കാർ നല്ല അഭിപ്രായം പറയാനുള്ളത്. ഞാൻ ചിലവരൊക്കെ ഞാൻ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട് എറണാകുളത്ത് കൂടെ. അങ്ങനെയൊക്കെ കണ്ടുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞാൽ വാങ്ങിച്ചാലാന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഒറ്റ നൈസാണ്, ഒരു നല്ലൊരു ബേസ് ഉള്ളതുകൊണ്ട് ഒറ്റയാണ് ഞാൻ
മോട്ടോ കെയർ ഉണ്ടല്ലോ, മോട്ടോ കെയറിൻ്റെ ഓണർ സജീറേട്ടൻ എൻ്റെ ഞങ്ങളൊരു ക്ലോസാണ് പുള്ളിക്കാരൻ. വർഷങ്ങളാണ് എനിക്ക് ഇൻഷുറൻസിൻ്റെ വർക്കാണ്, എൻ്റെ ഫാദറിനും ഇൻഷുറൻസിൻ്റെ വർക്കാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് പുള്ളിക്കാരൻ ഞങ്ങളുടെ ക്ലൈൻറ്റാണ്. ക്ലൈൻറ്റ് നല്ലൊരു വീട്ടിലുണ്ട്, ചേട്ടനെ പോലെയാണ് പുള്ളിക്കാരൻ. ഞാനിങ്ങനെ ഒരു കാര്യം പുള്ളിക്കാരനോട് തുറന്നപ്പോഴത്തേക്കും ചേട്ടൻ സജീറേട്ടൻ പറഞ്ഞ് ആ കുഴപ്പമില്ല, പുള്ളിക്കാരനെ കുറിച്ച് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടാറുണ്ട്, അപ്പോൾ അത് പറഞ്ഞാലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എമൗണ്ടൊക്കെ സെറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരനെ വിളിച്ച് പറഞ്ഞ് ആ ഓർഡർ ചെയ്തോ എന്താന്ന് പറഞ്ഞ് നേരെ ഓർഡർ ചെയ്ത് 2-ാം ദിവസം സാധനം എടുത്ത് ഞാൻ നേരെ അടിച്ചു. ആ പിറ്റേ ഞാൻ ആദ്യത്തെ 1-2 ദിവസമൊക്കെ ഞാൻ DV ക്ലിയർ വെച്ച് ഓടിച്ചത്. കാരണം കുറച്ചിനെ മുന്നൊക്കെ ഞാൻ മാറ്റി, ഞാനിപ്പോൾ DV ക്ലിയർ വെക്കാറില്ല, ഞാൻ അതിനാണ് ഓടിക്കുന്നത്. കാരണം DV ക്ലിയർ
അത് നിങ്ങൾക്കപ്പോൾ എക്സോസ്റ്റ് കാണിച്ചു തരാം. സ്റ്റാൻഡ് വീണ്. ഇതാണ് അപ്പം നമ്മുടെ മോട്ടോ വിങ്സിന് എക്സോസ്റ്റ് ഞാൻ വെച്ചേക്കേണ്ടത്. അപ്പം ഞാൻ സൗണ്ട് ഒന്ന് ഏൽപ്പിച്ചില്ല കേട്ടോ. ഉണ്ടാവും നല്ല ബേസി സൗണ്ട് ഉണ്ട്. ഇത് വന്നേക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ എൻ്റെ പെൻറ്റ് വൈപ്പ് നമുക്ക് ഇതിലൂടെ കിട്ടും കേട്ടോ. പെൻറ്റ് വൈപ്പ് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മുടെ ഈ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് അതിൻ്റെ കണ്ടെയ്നർ ശരിക്കും ഇവിടെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇവരുടെ തന്നെ ഒരു ക്ലാമ്പ് ഉണ്ടാവും. അതായത് നമ്മൾ ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് ഇത് ഇവിടെ ഫിറ്റ് ചെയ്താൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. അതിന് ഓസിനൊന്നും പറഞ്ഞ പ്രശ്നം വരില്ല. അതിനും കൂടെ അങ്ങോട്ട് പോകണില്ല. ഹീറ്റിന് വന്നിട്ട് ഓസ് കട്ടായി പോകുന്ന പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് കൊണ്ട് നമുക്ക് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വിക്ക് ത്രോട്ടിൽ വെച്ചിട്ടുണ്ട് ഞാൻ അതിനകത്ത്. കുറച്ചൊരു ആക്സലേഷൻ കുറച്ചും കൂടി കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ്. കാരണം മറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും തിരിക്കണം. പഴയ ത്രോട്ടിൽ എന്ന് പറഞ്ഞാൽ ഇതാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഹാഫ് തിരിച്ച് തന്നെ ഫുൾ ത്രോട്ടിലേ. അപ്പോൾ നമുക്ക് അധികം തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എൻഡ്യൂറോട്ടയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാരിയർ പ്ലേറ്റ് വെച്ച് അതിന് മുകളിൽ പെട്ടി വെച്ച്. കാരണം വർക്കിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് കൂടുതലും പെട്ടെന്ന് വഴി കിട്ടിക്കഴിഞ്ഞാൽ റെയിൻകോട്ടൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി ഞാൻ വെച്ചേക്കണത്. പിന്നെ മൊബൈൽ ഗാർഡ് ഇത് മൊബൈൽ ഹോൾഡർ നേരത്തെ തൊട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ട്രിപ്പും കാര്യങ്ങളൊക്കെ റൈഡും കാര്യങ്ങളൊക്കെ പോകണോണ്ട് ഒന്ന് ലൊക്കേഷനൊക്കെ ഇട്ട് പോകാൻ വേണ്ടി വെച്ചേക്കണതാണ്. പിന്നെ ഈ സംഭവം ഒന്ന് മാറ്റണമെന്നുണ്ട് ഈ ഹാൻഡ് ഗാർഡ്. കാരണം ഇത് വലിയ ഗുണവുമില്ല. നമുക്ക് ഇങ്ങനെ കയ്യിൽ കാറ്റടിച്ച് കൊള്ളാണ്ടിരിക്കാനുള്ള ഗുണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് മാറ്റണം. പിന്നെ ഞാൻ ബാർ ഹാൻഡിലാറുന്നു. അതൊന്ന് മാറ്റി ഇപ്പോൾ നോർമൽ ഹാൻഡിൽ വെച്ച്. വെറുതെ ഒന്ന് ഇച്ചിരി ചേഞ്ചിൽ ഞാൻ വേണ്ടി വെച്ചതാണ്. ബാർ ഹാൻഡിൽ വീട്ടിലുണ്ട്. പിന്നെ ആ ഫോഗ്ലേസ് വെച്ചിട്ടുണ്ട് ഞാൻ. ഫോഗ്ലേ ആകുമ്പോൾ ബ്ലൗസൊക്കെ നെക്കാൻ പണിയും. അതെ ഈ വൈറ്റ് ഉണ്ട് യെല്ലോ ഉണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റിൻ്റെ അടിയിലേക്കുള്ള ആ ബട്ടൺ പ്രസ് തട്ടിയിരിക്കണം. അത് WD-40 ഒന്ന് ശരിയാക്കണം. പിന്നെ ഞാൻ മിറേഴ്സ് മാറ്റി. ഏറ്റവും ഈ അടുത്ത് ഞാൻ മാറ്റിയേക്കണത് ഇതാണ് റാലി സീറ്റ്. ഇത് വെച്ചപ്പോൾ ഭയങ്കര സുഖം കേട്ടോ. കാരണം സാധാരണ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ കുഷൻ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഇത്രയും കുഷൻ കിട്ടുകൊണ്ട് റൈഡറിനിപ്പോൾ ഭയങ്കര സുഖമാണ്. നമുക്കിപ്പോൾ കുഴി കയറിയപ്പോൾ അങ്ങനെ ഒന്ന് പ്രത്യേകിച്ച് നമ്മളൊന്നും അറിയാനുള്ള ഈ വണ്ടിയിൽ. ഇതിന് ഏകദേശം 2500 രൂപയോളമായി. ഞാനിവിടെ കല്ലൂരത്ത് ഓട്ടോപ്പിലാണ് ഞാൻ വാങ്ങിച്ചത്. ഹൈറ്റ് പ്രശ്നം എനിക്ക് വന്നില്ല. ഞങ്ങൾക്ക് എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 162 സെൻറ്റിമീറ്ററാണ്. ശരിക്കങ്ങനെ വലുതായിട്ട് പ്രശ്നമൊന്നും തോന്നിയില്ല. കുറച്ച് പൊടി ഇത് നേരത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റക്കാല് ഫുള്ള് കുത്താൻ പറ്റും. ഇപ്പോൾ ഒറ്റക്കാല് ഹാഫ് ഫുട്ടായി. ആ ഒരു വ്യത്യാസമുള്ളൂ. എൻ്റെ ആശാനം ഓടിപ്പോൾ ഇനി നെക്സ്റ്റ് ഞാൻ കൊണ്ടുവന്ന അപ്ഗ്രേഡ്സ് മിക്കവാറും ഇനി ഫ്യൂവലെക്സ് ആയിരിക്കും വണ്ടിയിൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അത് വാങ്ങിച്ചിട്ടുമ്പോഴത്തേക്ക് എൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞ് സെറ്റ് ചെയ്യാം. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.